സുഹൃത്തുക്കളെ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏതാണ്ട് ഒരു അന്തിമ ചിത്രമായിരിക്കുന്നു. നമ്മളിന്ന് തൊട്ടടുത്തുള്ള പാടത്തിൻ്റെ സമീപത്ത് നിന്നെടുത്ത കുറേ താറാവുകളുടെ വിഷ്വൽസാണ് കാണുന്നത്. നിങ്ങൾ ഈ വിഷ്വൽസിനെ കുറിച്ച് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിശകലനത്തിലേക്ക് പോവുകയാണ്. അന്തിമ ചിത്രമായി PV അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും എന്നൊക്കെയുള്ള പല ചർച്ചകളും നടന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അൻവർ പിൻവലിക്കുന്നില്ല. മാത്രവുമല്ല, അൻവറിൻ്റെ ചിഹ്നമായി കത്രിക ലഭിക്കുന്നു. ഓട്ടോറിക്ഷ ചിഹ്നമാണ് അൻവർ പ്രഥമ പരിഗണനയായി ചോദിച്ചിരുന്നത്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അൻവർ മത്സരിച്ച് ജയിച്ചത് ഓട്ടോ ചിഹ്നത്തിനാണ്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഈ ഓട്ടോറിക്ഷ ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നമായി അനുവദിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനത് അനുവദിക്കാതെ പോകുന്ന നിലയുണ്ടാകുന്നു. പക്ഷേ അൻവർ വൻ ഹാപ്പി ആയിട്ടാണ് പറയുന്നത് കത്രിക ചിഹ്നം. കാരണം കത്രിക പൂട്ടിട്ട് തന്നെ പൂട്ടിയിരിക്കുകയാണ് LDFും UDFും, VD സതീശനും പിണറായി വിജയനും. പിണറായിയും മുക്കാൽ പിണറായിയും എന്നാണ് സതീശനെ അൻവർ ഇന്നും വിശേഷിപ്പിച്ചത്. അൻവറിൻ്റെ പോരാട്ടം, അൻവറിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ ഏത് നിലയിൽ മുന്നോട്ട് പോകുന്നു, ഇതാർക്കാണ് ഗുണവും ദോഷവും ഒക്കെ ആകുന്നത്? രാഷ്ട്രീയം മറിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വിഷയം മാത്രമല്ല, നിലമ്പൂരിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എന്ന് കരുതി. സാധാരണഗതിയിൽ അൻവറിനെ പോലൊരു നേതാവ് ഉയർത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ആകെ 2-3 ദിവസം കഴിഞ്ഞാൽ തീർന്നു പോകേണ്ടതാണ് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇന്നുകൊണ്ടും തീരേണ്ടതായിരുന്നു. കാരണം അൻവർ മത്സരിക്കുന്നില്ല, അല്ലെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നു. പിന്നെ അൻവറിൻ്റെ പ്രചരണം എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അൻവറിൻ്റെ ഒരു ബുദ്ധിപരമായ നീക്കം, അല്ലെങ്കിൽ ഒരു വിജയം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന, അൻവർ അവിടെ ചർച്ചകൾ നിയന്ത്രിക്കുന്നതിൽ അൻവറാണ് പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കൂ, UDFും LDFും അവിടെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്, ഏറ്റവും പ്രധാന ചർച്ച, ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ അത് അൻവറിൻ്റെത് തന്നെയാണ് എന്നുള്ളതാണ്. അൻവറിന് ചിഹ്നം ലഭിച്ചത് കത്രിക പൂട്ടി എന്ന് പറഞ്ഞ അതേ അൻവറിന് കത്രിക ലഭിക്കുന്നു. ഈ കത്രിക കൊണ്ട് നൈസായിട്ട് നിലമ്പൂരിലെ ജനങ്ങൾ UDFിനെയും LDFിനെയും മുറിക്കും എന്നാണ് അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട. അതിലൊക്കെ ഒരു രാഷ്ട്രീയ ബുദ്ധിയുണ്ട് കേട്ടോ. അതിനൊന്നും നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. ഓരോ സിംബോളിക് കാര്യങ്ങളിലും ചർച്ചയാകുന്നതിലും ഒക്കെ വളരെ പ്രധാനമാണ്. സാധാരണ ഏതെങ്കിലും ഒരു ചിഹ്നമാണെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഒരു ചിഹ്നമാണെന്നുണ്ടെങ്കിൽ ചിഹ്നത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമോ? ഇല്ല. ഇന്ന് ചർച്ച ചെയ്യുന്നു, അൻവറിനും അതിനെക്കുറിച്ച് പറയാനുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രണ്ടാമത്തെ, മലപ്പുറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അൻവർ മാത്രമല്ല, ഇപ്പോൾ മലപ്പുറം ജില്ല വരുന്നതിനെ എതിർത്തവരാണ് കോൺഗ്രസ്. ആര്യാടൻ മുഹമ്മദ് അതിനെതിരെ ജാഥ നടത്തിയെന്ന് CPM ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തിരിച്ചുള്ള മറുപടിയൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ മലപ്പുറംകാരുടെ കുറേ കാലമായുള്ള ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ലാ വിഭജനം ഉണ്ടാകണം. മലപ്പുറം ഒരു വലിയ ജില്ലയാണ്. ഇപ്പോൾ ഉള്ള ജില്ല കൂടാതെ തിരൂർ കേന്ദ്രീകരിച്ചൊരു ജില്ല വേണം എന്നുള്ള ആവശ്യമാണ് പല ഘട്ടത്തിലും കേട്ടിരുന്നത്. ജനസംഖ്യാ വർധനമൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് ഭൂപ്രകൃതി ഉണ്ട്. പക്ഷെ അൻവർ മറ്റൊരു കളിയാണ് കളിക്കുന്നത്. അൻവർ ഈ നിലമ്പൂരുകാരെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറനാടും മഞ്ചേരിയും ഒപ്പം തന്നെ അപ്പുറത്ത് തിരുവമ്പാടിയും, കോഴിക്കോട് ജില്ലയുടെ തിരുവമ്പാടിയും എല്ലാം കൂടെ ചേർത്തൊരു ജില്ല വേണം, മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം ആണ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മഞ്ചേരി ഉൾപ്പെടുന്ന ഈ നിലമ്പൂർ ഉൾപ്പെടുന്ന മേഖല, ഈ മേഖലയൊക്കെ ഈ മലപ്പുറത്ത് നിന്ന് കുറേ ദൂരെ ഉള്ള മേഖലയാണ്. അപ്പോൾ ഒരു ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ അത്രയധികം ജനങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഈ ജില്ലാ വിഭജനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഘടകമാണ്. ഇപ്പം അൻവർ സർക്കാരിൻ്റെ ഭാഗമല്ല, പക്ഷേ എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാധീനിക്കാവുന്ന, ചെറിയൊരു രീതിയിലെങ്കിലും സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അൻവർ ഈ വിഷയം സംസാരിക്കുന്നു. അൻവർ പറയുന്നത് എന്നെ ഇഷ്ടം പോലെ ട്രോളിക്കോട്ടെ എന്നുള്ളതാണ്. ട്രോളുകൾ പ്രധാനപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഘടകമാണ്. അൻവർ ആവശ്യപ്പെടുന്നത് അടുത്ത സർക്കാരിൽ, ഇന്ന് രാവിലെ ആവശ്യപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം തിരുത്തിയതും അതാണ്. സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് വേണം അടുത്ത സർക്കാരിൽ. UDF ആണെങ്കിൽ സതീശനെ മാറ്റണം. അതുകൂടാതെ വനം വകുപ്പും വേണം എന്നൊക്കെയുള്ളത്. അതായത് ഇന്നുള്ള വാർത്താ സമ്മേളനത്തിൽ അൻവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യജീവി, മലയോര ജനതയുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്നുള്ളതാണ്. അവിടെയാണ് അൻവറിൻ്റെ ഫോക്കസ്. എന്നെ അറിയുന്ന ജനങ്ങൾ, ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ രാജിവെച്ചത്,
ഈ പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലേ രാജിവെച്ചത്. അവിടെ മുക്കാൽ മുക്കാൽ പിണറായിസം സതീശനും അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ ഒരു നീക്കം നടത്തുമ്പോൾ, ഇപ്പുറത്ത് ദേശീയപാത വികസനം, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ പറഞ്ഞ വാദങ്ങൾക്ക് മറുപടി, ഇങ്ങനെ കുറേ ചർച്ചകളിലേക്ക് പോവുകയാണ്. ഇതൊന്നും വളരെ തീവ്രമായൊരു വിഷയമായി ദേശീയപാതയിലെ പോരായ്മയും പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ന് മുഹമ്മദ് റിയാസ് KC വേണുഗോപാലിനെതിരെ പറഞ്ഞത് അദ്ദേഹമാണ് അന്തകൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു 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 ഇപ്പോൾ ഭരണകേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആർക്കെതിരെ ആണെങ്കിൽ അതിനൊരു ഒരു 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 എന്താ പറയുക, ഒരു ഗുമ്മുണ്ടെന്ന് പറയാം. അതായത് ഒരു വലിയ കാമ്പുള്ള വിഷയത്തെ പിടിച്ചല്ല LDFിൻ്റെയും UDFിൻ്റെയും കളികൾ ഇതുവരെയുള്ളത് എന്നുള്ളതാണ്. പിന്നെ നമ്മളെപ്പോഴും BJP ഒക്കെയാണ് വർഗീയ പാർട്ടിയായി പറയാറുള്ളത്. പക്ഷെ അവിടെ നൈസായിട്ട് വർഗീയത കലർത്താൻ വേണ്ടിയാണ് ഈ മലപ്പുറം പരാമർശം, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, തൊട്ടിപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം പരാമർശം, അതായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശവും LDFിനെതിരായ ആയുധമാണ്. വെള്ളാപ്പള്ളിയെ പിന്നീട് മുഖ്യമന്ത്രിയൊക്കെ പോയി അനുമോദിച്ചല്ലോ, മുഖ്യമന്ത്രി അങ്ങനെ പറയില്ല എന്ന് സപ്പോർട്ട് ചെയ്തല്ലോ. ഈ രണ്ട് വിഷയം പറയുമ്പോൾ മലപ്പുറത്തിനെതിരെ ഏറ്റവും വലിയ നിലപാടെടുത്തവർ UDF ആണ്. ആ ഒരു ജില്ലയെ വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആളാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ വിഷയങ്ങളിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ളവർ ഇതിനകം തന്നെ വിവിധ മുസ്ലിം സംഘടനകളുമായി പലതരത്തിലുള്ള എന്താ പറയുക, നേരത്തെ ലീഗുമായി ആര്യാടന് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളുമായി ഇപ്പോഴല്ല, പല സിനിമകളും മുസ്ലിങ്ങളിലെ പരിഷ്കരണവാദികളായി അറിയപ്പെടുകയാണ് ആര്യാടൻ ഷൗക്കത്തൊക്കെ. അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന ആര്യാടൻ ഷൗക്കത്തൊക്കെ എടുത്ത സിനിമകളൊക്കെ ചർച്ചയാക്കാനാണ് എതിർ വിഭാഗത്തിൻ്റെ ശ്രമം. അങ്ങനെ ഇത്തരം വർഗീയ വിഷയങ്ങളിലേക്ക് സാധാരണ പല തെരഞ്ഞെടുപ്പിലും പോകുന്ന പോലെ ഇതിലും പോകുന്നു എന്നുള്ളതാണ്. അതിലും ആരും പിന്നിലൊന്നും അല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അവിടെയാണ് പൊതുവെ അൻവർ ഈ വിഭാഗത്തിൻ്റെ വോട്ട് ചോർന്നെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് UDF തിരിച്ചറിയുന്നുണ്ട്. അതായത് ചോർത്തിയെടുക്കാൻ, അൻവർ ജയിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, ആ വോട്ട് ചോർത്തിയെടുക്കാൻ. ഇനി എന്തായാലും അൻവറിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല, സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞു. ഇനി അല്ലെങ്കിൽ ഏറ്റവും അവസാനം വല്ലതും ഞാൻ ഇല്ല, നിങ്ങൾ എൻ്റെ വോട്ടല്ല ഇന്നാൾക്ക് കൊടുക്കൂ എന്നൊക്കെ ഇനിയുള്ള ചർച്ചകളിലൂടെ അൻവർ പറയുമെന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും അവസാനം വരെ അങ്ങനെ പല കളികൾക്കും അൻവറിന് സാധ്യതയുണ്ട്. കാരണം LDFും UDFുമായിട്ടുള്ള ബന്ധം ഈ തെരഞ്ഞെടുപ്പോടെ അകലുകയാണ്. ഇനി എന്ത് എന്നുള്ള ഓപ്ഷൻ അവിടെ ബാക്കിയാണ്. BJP സർക്കാരിനെതിരെ, BJPക്കെതിരെ നേരത്തെ പറഞ്ഞിട്ട് BJPയിലേക്ക് പോകാൻ അൻവറിന് സാധിക്കില്ല. കാരണം അൻവറിൻ്റെ ബേസ് വോട്ടുകൾ ഒക്കെ ഈ മുസ്ലിം മതവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വോട്ടുകളാണ്. അവിടെയാണ് ഫലത്തിൽ അൻവർ വോട്ട് ചോർത്തിയെടുക്കും എന്നുള്ളിടത്ത് അൻവർ വോട്ട് ചോർത്തിയെടുക്കുന്നത് കൂടുതലും ഇത്തരം മുസ്ലിം വോട്ടുകളാകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പുറത്ത് BJP ഇപ്പുറത്ത് മോഹൻ ജോർജിലൂടെ ഈ മാർത്തോമ സഭാ വോട്ടുകളും ചെറിയ രീതിയിലെങ്കിലും ചോർന്നെടുക്കും എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാര്യം അവിടെ പ്രതിസന്ധിയിലാണ്. ഈ ഓട്ടത്തിനിടയിൽ ഒരുപക്ഷെ സ്വരാജിൻ്റെ മുൻതൂക്കം തന്നെയാണ് പ്രവചിക്കേണ്ടി വരിക. ഈ ഘട്ടത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ കേരള രാഷ്ട്രീയം മൊത്തത്തിൽ വിശകലനം ചെയ്താൽ സർക്കാർ വിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഈസിയായി UDF ജയിക്കും എന്നൊക്കെ പറയാവുന്ന സാഹചര്യമാണ് പൊതുവെ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഓരോ മണ്ഡലം, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് UDF പറയുമ്പോഴും പക്ഷെ അത് ചർച്ച ചെയ്യിച്ചെടുക്കാൻ UDF അവിടെ സക്സസ് ആകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. ഇനി ദിവസമുണ്ട്, 2 ആഴ്ചയോളം സമയമുണ്ട്. ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യിച്ചെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. എന്തായാലും തൽക്കാലം ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴും അൻവറിൻ്റെ പിന്നാലെയാണ് നിലമ്പൂർ രാഷ്ട്രീയം. അൻവറിന് തന്ത്രങ്ങൾ അറിയാം. അത് അവസാന നിമിഷം വരെയും അൻവർ അങ്ങനെ കൊണ്ടുപോയാൽ UDFിൻ്റെ കാര്യം അധോഗതിയാകും. ആര്യാടൻ ഷൗക്കത്ത് എന്താ പറയുക, പ്രതിസന്ധിയിലാകും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെയാണ് വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുക എന്നുള്ള ഉദ്ദേശമില്ല. ഓരോ വിഷയത്തിലും തലയിൽ തോന്നിയത് ഉദിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ നിലമ്പൂർ രാഷ്ട്രീയം പോലെ ഒരുപാട് വിഷയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി തന്നെ പറയുക. നന്ദി.